മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തിവരുന്ന സമരത്തോട് മുഖം തിരിച്ചു സർക്കാർ. അനിശ്ചിതകാല സമരം തുടങ്ങി 5 ദിവസമായിട്ടും അനുരഞ്ജന ചർച്ചയ്ക്ക് നീക്കമുണ്ടായിട്ടില്ല. സമരം അവസാനിപ്പിച്ചാൽ ചർച്ചയെന്നാണ് സർക്കാർ നിലപാട്. അതേസമയം ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് ഡോക്ടർമാരും അറിയിക്കുന്നത്. ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ചർച്ചയ്ക്ക് വിളിക്കുകയോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. സമരം പിൻവലിച്ചാലേ ഒരു ചർച്ചയുണ്ടാകൂ എന്ന ഒരു മനോഭാവത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദേശമൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും കാലം ചർച്ച ഇല്ലാത്തത് കൊണ്ട് പല ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചർച്ചയ്ക്ക് ക്ഷണിക്കുമെന്ന് തന്നെയാണ് സംഘടന പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ ഒരു സമരം നിർത്തുക എന്നുള്ളതിന് നമ്മൾ ഇത്രയും കാലം ഉയർത്തിയ പ്രശ്നങ്ങൾ, ഇത്രയും കാലം ഉയർത്തിയ ആവശ്യങ്ങൾ, അത് കാതലായ ആവശ്യങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അറ്റം കാണുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് സംഘടന ഉദ്ദേശിക്കുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്ന വിശദാംശങ്ങളുമായി. ഷഹദ്, ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് ഡോക്ടർമാർ നിലപാടെടുക്കുകയാണ്. പക്ഷേ ഇതാ 5 ദിവസമായിരിക്കുന്നു. ഇനി കൂടുതൽ കഠിനമായ സമരമുറകളിലേക്ക് കടന്നാൽ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രതിസന്ധികൾ ഉണ്ടാക്കും. പക്ഷേ ഒരു തരത്തിലും അനുരഞ്ജന ചർച്ചയ്ക്ക് പോലും നീക്കമില്ല എന്നതാണ് ആശങ്കയാക്കുന്നത്. തീർച്ചയായും വിനീത, ഇപ്പോൾ സർക്കാർ ഒരു പക്ഷത്തും ഡോക്ടർമാർ മറ്റൊരു വശത്തും നിൽക്കുന്ന സമയത്ത് ഇതിൽ ദുരിതം അനുഭവിക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള രോഗികളാണ്. കാരണം ഈ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനം അവർക്ക് ലഭ്യമല്ല കഴിഞ്ഞ 5 ദിവസമായിട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇപ്പോൾ PG ഡോക്ടർമാരാണ് ഈ OP കളിലൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള അസുഖങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഈ OP ബഹിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാം ഘട്ടം അവർ ഓപ്പറേഷനുകൾ ബഹിഷ്കരിച്ചു. അതായത് പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. സാധാരണഘട്ടത്തിൽ ഇത്തരത്തിൽ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമരം പ്രഖ്യാപിച്ച് രണ്ടാമത്തെ ദിവസം തന്നെ സർക്കാരോ ആരോഗ്യവകുപ്പോ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വിളിക്കും. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കും. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുരഞ്ജന ചർച്ചകൾ നടന്ന് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ചർച്ചയ്ക്ക് വിളിക്കുന്നതിനെ പറ്റി കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആവശ്യം അത് ന്യായമാണ്. മാത്രമല്ല, അവർക്ക് ഈ കോവിഡ് കാലത്ത് പോലും ജോലി ചെയ്തതിന്റെ ശമ്പളം ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണോ സർക്കാർ ഈ വിഷയത്തിൽ ഒരു മടി കാണിക്കുന്നത് എന്നത് സംബന്ധിച്ചാണ് നമുക്കൊരു വ്യക്തത കൈവരാത്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഡോക്ടർമാർ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് കടുപ്പിക്കാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ തീരുമാനം എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത് പാവപ്പെട്ട സാധാരണക്കാരായ രോഗികളാണ് ഈ സമരം മൂലം വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം PG ഡോക്ടർമാർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിക്കുകയും അവരുമായി ചർച്ച നടത്തുകയും ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ സമരത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ അപ്പോഴും നമ്മുടെ ഈ പ്രധാനപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ അല്ലെങ്കിൽ ജനറൽ മെഡിസിനിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാർ സമരത്തിലാണ് 5 ദിവസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ എത്രയും വേഗം ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് രോഗികളുടെയും ഒപ്പം തന്നെ ഡോക്ടർമാരുടെയും ആവശ്യം. ശരി, വ്യക്തമാണ്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. സമരം ഏതായാലും 5-ാം ദിവസം എത്തിയിരിക്കുന്നു. 5 ദിവസമായും ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല എന്നതാണ്.